ഇപ്പൊ പാക്കിംഗ് ആണോ ഫുഡ്? പോകാനുള്ള പരിപാടിയിലാണ് പപ്പ. മമ്മി പപ്പേനെ ഹെൽപ്പ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഉറങ്ങി എണ്ണിച്ച് വന്നതേ ഉള്ളൂ. ഓ സോറി, പപ്പ മമ്മീനെ ഹെൽപ്പ് ചെയ്യുന്നു. സോറി, പപ്പ മമ്മീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അമ്മയുടെ ഒരു ചെറിയൊരു പണി കിട്ടി കേട്ടോ മമ്മീനെ. അമ്മയുടെ സാധനം എന്തി അമ്മി? ആ കൊള്ളാം, അഴിച്ചു മാറ്റി. എങ്ങനെ ശരിയാവും? അമ്മ ചെയ്യണ്ട, ഞാൻ കഴുകിക്കോളാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിയുടെ കൈക്ക് ചെറിയൊരു പണി കിട്ടി. മമ്മിയുടെ ഇടത്തെ കൈയുടെ ഈ ഇതുണ്ടല്ലോ, ഈ റിസ്റ്റ് ഉള്ള ബോണ്, അതിന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അത് കണ്ട് മമ്മി കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വേദനയായിരുന്നു. മമ്മി അത് ആരെയും കാണിക്കാതെ ആരോടും പറയാതെ വെച്ചുകൊണ്ടിരുന്നത് കുഞ്ഞിമേൽ കുരുവായിട്ടുണ്ട്. എന്നിട്ട് ഒരു കുസലും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പം ഞാനിപ്പം പപ്പനെ വിടാനായിട്ട് കലയോരത്തോട്ട് പോവാ. പപ്പ പോവാ. അയ്യോ, എനിക്ക് ഗേറ്റ് തുറക്കണ്ടേ? ഗേറ്റ് തുറക്കട്ടെ. അല്ല, അയ്യോ. അപ്പോൾ നമ്മൾ പപ്പനെ വിടാനായിട്ട് പോകാൻ പോവാണ് ഗൈസ്. പിന്നെ പപ്പയെ വിടാനായിട്ടേ ഞാൻ മാത്രമല്ല, കിവിയുണ്ട്. കിവി താഴെ ഉണ്ട് കേട്ടോ, കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. പപ്പ കഥവ് തുറക്കാൻ നോക്കിയപ്പോഴത്തേന് കിവി വലിയ കാര്യത്തിൽ ചാടി കാറിനകത്ത് കയറി. പപ്പ നേരെ കാറിലോട്ട് കയറ്റി അങ്ങോട്ട്. അയ്യോ, അമ്മയ്ക്ക് അറിഞ്ഞൂടാ കേട്ടോ കിവി കാറെ കയറി തപ്പുകാരി. പറഞ്ഞിട്ട് വിട്ടാൽ മതിയായിരുന്നു. പപ്പനെ പെട്ടെന്ന് വിട്ടിട്ട് ഞാൻ പോയിട്ട് കിവിനെ വീട്ടിലെത്തിക്കട്ടെ. അയ്യോ, ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് നല്ല സുഖം. അതുകൊണ്ട് പനിയൊക്കെ പിടിച്ചിട്ട് കിടക്കുമായിരുന്നു. ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം എടുക്കുന്നില്ലെങ്കിൽ ഇനി എടുക്കത്തില്ല. പിന്നെ വിളിച്ചിട്ട് കാര്യമില്ല. കിടന്ന് നോക്കുമായിരിക്കും റോഡിലൊക്കെ. ആ എടുക്കുന്നില്ലെങ്കിൽ വിട്ടേരെ, ഗ്രൂപ്പിലിട്ടേരെ. കിവി ഞങ്ങളുടെ കൂടെ കാറിലുണ്ട് കേട്ടോ, പലയിടത്തോട്ട് പോകുന്ന കാറിനകത്തുണ്ട് കേട്ടോ. ആരെയും കണ്ടോളൂ. അയ്യോ, അപ്പം ഞാൻ പപ്പനെ ഒന്ന് കൊണ്ടുവിട്ടിട്ട് വരട്ടെ. കൊണ്ടുവിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കലയോരത്ത് വേണം പപ്പനെ കൊണ്ടുവിടാൻ. അപ്പോൾ ഞാനൊന്ന് പപ്പയെ കൊണ്ടാക്കട്ടെ. കിവിനെ ഫ്രണ്ടിലോട്ടാക്കിയേ. അയ്യോ പപ്പ, ഓക്കെ എന്നാ ബൈ. കിവി ഇതിന് മുമ്പോട്ടാക്കിയത്. ആ ആ അയ്യോ, വെളിയിലോട്ട് നോക്കിയിരിക്കാം. ഓക്കെ ബൈ. ഓ, അങ്ങനെ പപ്പനെ കലയോരത്താക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചു പോകും. കാരണം എന്താ അറിയോ? അടങ്ങ കിവി അടങ്ങണേ. ആ നിക്കവിടെ. അയ്യോ, അപ്പോൾ ഞങ്ങളിപ്പം തിരിച്ചു പോവാ കേട്ടോ. കാരണം പപ്പ കാറിൽ കിവിനെ കയറ്റിയ കാര്യം മമ്മിക്ക് അറിഞ്ഞൂടാ. മമ്മി അവിടെ കിടന്ന് തപ്പി നടക്കുവാന്ന് തോന്നുന്നു. പപ്പ ഫോൺ വിളിച്ചിട്ട് മമ്മി ഫോണും എടുക്കുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവളെ തിരിച്ച് വീട്ടിലെത്തിക്കണം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ എയിം. അല്ലേ മമ്മി അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും, അയ്യോ കിവിയെ കാണുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട്. പെട്ടെന്ന് വീട്ടിലെത്തട്ടെ. ആഹാ, എന്ത് സുഖം, എന്ത് സുഖം, എന്ത് രസം. കിവിയേ, ഓ പൊന്നോ, ഫോട്ടോയൊക്കെ ഇട്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ?
സത്യം പറഞ്ഞുണ്ടല്ലോ, കിവി ഒത്തിരി പ്രാവശ്യം ഞങ്ങളുടെ കൂടെ കാറിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ എന്താ പറയുക, ശരിക്കും കാറിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടൊരാൾ കിവിയാണ്. ലെക്സി പിന്നെ പോയിട്ടുണ്ട്, വളരെ കുറവാണ്. ഈ ആശുപത്രി കേസുകൾക്ക് മാത്രമേ ലെക്സിനെ കൊണ്ടുപോയിട്ടുള്ളൂ. പക്ഷെ കിവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി, ഇപ്പോൾ പപ്പനെ വിടാൻ പോകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകുമ്പോഴും ഒക്കെ കിവിനെ നമ്മൾ കാറെ കയറ്റും. അതുപോലത്തെ ഇതായിരുന്നു. പിന്നെ ഇപ്പോൾ അവൾക്ക് പ്രായമായതുകൊണ്ട് നമ്മൾ അധികം കാറെ കയറ്റുന്ന പരിപാടികളില്ലായിരുന്നു. ഇന്നെന്തോ പപ്പ കാറ് തുറക്കാൻ നേരത്ത് ഇവള് കാറയിലോട്ട് ചടഞ്ഞു പിടിച്ചങ്ങ് കയറി. അപ്പോൾ പിന്നെ പപ്പ നേരെ ഇങ്ങനെ, എന്നാൽ കയറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 2 കാലും ഇങ്ങനെ മുമ്പോട്ട് വെച്ച് കയറാനുള്ള രീതിയിൽ നിന്ന് അപ്പം പപ്പ ഞാൻ കയറ്റി. സംഭവം നടന്നെ. കൊള്ളാം കിവിയുടെ കാര്യങ്ങൾ. ഇരിക്ക്, കിവി അവിടെ ഇരുന്നോടി. അവക്കും വെപ്രാളം. ഇവിടെ പെട്ടെന്നൊന്ന് വീട്ടിലെത്തിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ എൻ്റെ അമ്മേ വീട്ടിലെത്തി കേട്ടോ. കിവി കാറിലുണ്ട് പറഞ്ഞായിരുന്നു പപ്പ. മമ്മി തപ്പിയായിരുന്നോ? മമ്മിക്ക് കാര്യം മനസ്സിലായിരുന്നു കേട്ടോ. ഇവിടെ കാണാത്തപ്പോൾ മനസ്സിലായിരുന്നു പപ്പ കൊണ്ടുപോയതാന്ന്. അതുകൊണ്ട് ഒരുത്തിയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നേരം അടിക്കും. ഇറക്കാം, നിൽക്കവിടെ കുറച്ചു നേരം. അയ്യോ, ലെക്സി ഇല്ല, എന്തോ ഭാഗ്യത്തിന് പെടുത്തൊന്നും ഇല്ല. അയ്യോ നോക്ക്. മാറ് ലെക്സി, മാറ് കിവിനെ ഇറക്കട്ടെ. ബാ ഇങ്ങോട്ട് വായോ. ലെക്സി മാറ്. ലെക്സി പോ, കിവി പോക്കോ. പോയേ ലെക്സി, പോയേ കിവി കയറിക്കോ അകത്ത്. എന്നാ ഓടിക്കോ. ലെക്സിയെ നിങ്ങൾ എത്ര ദിവസമായി കണ്ടിട്ട്? ലെക്സിയെ കണ്ടിട്ട് കുറച്ച് ദിവസമായി അല്ലേ? ഇതാണ് നമ്മുടെ ലക്ഷിമോള്. ലക്ഷിയേ എന്തായി? കുറച്ച് ദിവസം ആയല്ലോ എല്ലാവരും കണ്ടിട്ട്. സത്യം പറഞ്ഞുണ്ടല്ലോ, കഴിഞ്ഞ കുറച്ച് നാൾ ഭയങ്കര ഹെക്ടിക്കായിരുന്നു എൻ്റെ കാര്യങ്ങൾ കേട്ടോ. ഞാൻ മറ്റേ ലാസ്റ്റ് ഇട്ട ഇല്ലിക്കല്ലിൻ്റെ വീഡിയോ ഇല്ല, അത് തന്നെ ഞാൻ 1 മാസം മുമ്പ്, അല്ല 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്തത്. എനിക്കൊന്ന് മെയ് 1-ാം തീയതി ഞാൻ ഷൂട്ട് ചെയ്ത ഫുട്ടേജസ് എല്ലാം എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ജൂൺ അത്രയും കണ്ടായി. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, ഭയങ്കര ലാഗായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കട്ടെ, കണ്ടിന്യൂ റെഗുലർ ആക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഈ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്തിട്ട് എപ്പോൾ ഇടാൻ പറ്റുമെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ചുമ്മാ ഇന്ന് രാവിലെ പപ്പ ഇടാൻ പോയപ്പോൾ എന്നാൽ പിന്നെ എടുത്തേക്കാം എന്ന് വെച്ച് ക്യാമറയൊക്കെ പൊടി പിടിച്ചിരിക്കുമായിരുന്നു എടുത്ത്. അയ്യോ, ഞാൻ നിങ്ങളെ മമ്മിയെ പരിചയപ്പെടുത്താം. രാവിലെ മമ്മി അടുക്കളയിലായതുകൊണ്ട് മമ്മി അത്രയും സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. കുറച്ച് ദിവസമായി. അതെ, എല്ലാവർക്കും അതുകൊണ്ടായിരുന്നു കേട്ടോ. മമ്മി ഭയങ്കര ബിസി ആയിരുന്നു. മമ്മി ഡൽഹിയിലൊക്കെ പോയേക്കുമായിരുന്നു. 10 ദിവസം ഡൽഹിയിലായിരുന്നു. അപ്പോൾ വീട്ടിലാരും ഇല്ലായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ നോക്കണമായിരുന്നു. ഇവിടെ ലെക്സിയുടെ കാര്യങ്ങൾ നോക്കണമായിരുന്നു. ഞങ്ങളുടെ വർക്ക് എല്ലാം കൂടെ ഭയങ്കര ഒരു വിഷയമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏകദേശം ഒന്ന് സോൾവ് ആയി വരുന്നു. മമ്മി വന്നതിന് ശേഷം മമ്മിക്ക് പനി പിടിച്ചു, നല്ല പണിയായിരുന്നു. പിന്നെ മമ്മിക്ക് 2-3 ദിവസം പനി കഴിഞ്ഞ് മമ്മിയുടെ കൈക്ക് വേദന വന്നു, അതും പണിയായിട്ടിരിക്കും. 2 ആഴ്ച ഇനി അത് റെസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ ചില കൊച്ചു പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇനിയിപ്പം രാവിലെ കുറച്ച് പരിപാടികളുണ്ട്, എനിക്ക് കുറച്ച് വർക്കുണ്ട് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ
ഒറ്റ ഷിഫ്റ്റിലല്ല, എനിക്ക് രാവിലെ ഇച്ചിരി പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വെച്ചിട്ട് വേണം വൈകുന്നേരം പിന്നെയും കുറച്ച് ജോലി ചെയ്യാനുണ്ട്. അങ്ങനെ അപ്പോൾ രാവിലെ ഒരു 3-4 മണിക്കൂർ അങ്ങനെ അങ്ങ് പോകും. നോക്കട്ടെ, കണ്ടിന്യൂ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം വീഡിയോസും കോണ്ടൻസൊക്കെ എടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറ്റാറില്ല പൊതുവെ. നോക്കട്ടെ, ഇനി കണ്ടിന്യൂ റെഗുലർ ആക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ അടിപൊളി കോണ്ടൻസ് ഒക്കെ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കും. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.